കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈ ഈ ലോകത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉൾപ്പെടെ ഉള്ളിടത്ത് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് പാകിസ്ഥാനിലെ വിഷയം. പാകിസ്ഥാനിലെ വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബലൂചിസ്ഥാൻ സ്വതന്ത്രമാകുന്ന വിഷയം. അപ്പൊ ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ 2 ദിവസം മുമ്പ്, ഇന്നലെയും ഒക്കെ അതിന്റെ അലയൊലികളുണ്ട്. ഇന്ത്യയിൽ പല ഭാഗത്തും ബലൂചിസ്ഥാൻ അനുകൂലമായിട്ട് പ്രകടനം നടത്തുന്നു, അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യം ബലൂചിസ്ഥാനികളെ ഉപദ്രവിക്കുന്ന പാകിസ്ഥാൻ ഗവൺമെന്റിനെതിരെ നിലപാടെടുക്കണം, അല്ലെങ്കിൽ ശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് പറയുന്ന രീതിയിലേക്കുള്ള പ്രകടനങ്ങൾ. അത് യുപിയിൽ ബലൂച്ച് മേഖല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അത്തരത്തിൽ പേരുള്ള ഒരു സ്ഥലമുണ്ട്. അവിടാണ് ഇതിന് തുടക്കം കുറിച്ച്. റഷീദ്, മുഹമ്മദ്, അങ്ങനെ കുറെ ആൾക്കാരൊക്കെയാണ് ഇതിന്റെ പുറകിലുള്ളത്. കാരണം ഇപ്പൊ ബലൂചിസ്ഥാനിലെ പൂർവികർ, അല്ലെങ്കിൽ ബലൂചിസ്ഥാന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നിന്നിട്ടുള്ള, പണ്ട് തൊട്ടേ ഇന്ത്യയിൽ നിന്നിട്ടുള്ള കുറെ ആൾക്കാരാണ്. സ്വാതന്ത്ര്യ സമര കാലത്ത് അവർ, എനിക്ക് തോന്നുന്നു, പാകിസ്ഥാനിൽ പോയിട്ടുണ്ടാവത്തില്ല. കാരണം അങ്ങനെ കുറെ ആൾക്കാരുണ്ടല്ലോ, അവരിപ്പോ ഇന്ത്യയുടെ ഭാഗമാണ്. ഡൽഹിയിലും ഉണ്ട്, ഈ പറഞ്ഞ യുപിയിലുണ്ട്. യുപിയിൽ ഇത്തരത്തിലുള്ള പ്രകടനം വളരെ കൂടുതലായിട്ട്, അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രകടനം നടത്തുന്ന ഒരു അവസ്ഥയാണ് കണ്ടത്. അപ്പൊ അതൊരു വലിയ ചർച്ചയായിട്ടുണ്ട്. അത് ഇന്ത്യക്ക് അകത്ത് ചർച്ചയായിട്ടുണ്ട്. കേരളത്തിലൊന്നും ഈ ഒരു വാർത്തയും വരാറില്ല. കേരളത്തിലൂടെ എന്തെങ്കിലും സ്ത്രീ പീഡനം, കൊലപാതകം, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള വാർത്ത ജനത്തിന് പ്രയോജനപ്രദമാകുന്ന രീതിയിലോ, അല്ലെങ്കിൽ രാജ്യത്തിന്റെ പ്രയോജനങ്ങളെ ഉയർത്തി കാണിക്കുന്ന വാർത്തകൾക്ക് പ്രാധാന്യമില്ലാത്ത ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറുന്നുണ്ട്. അപ്പൊ അത് പോട്ടെ, ഇപ്പം ദേശീയ തലത്തിലൊക്കെ ഇത് വലിയ വാർത്തയാണ്. കാരണം ഒരു രാജ്യത്തിനകത്ത് ആഭ്യന്തര യുദ്ധം നടക്കുന്ന ഒരു രാജ്യത്തിനകത്ത്, ആ രാജ്യത്തിനകത്തെ വിഷയത്തിനകത്ത് ഇന്ത്യ പോലുള്ള മഹാരാജ്യത്ത് അവർക്ക് അനുകൂലമായിട്ട് പ്രകടനം വരുന്നു, അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ട് മുദ്രാവാക്യം ഉയർന്നു, അവരെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഗ്രാമവാസികൾ ഇറങ്ങുന്നു. ഇതൊരു വലിയ ചർച്ച ദേശീയ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. കാരണം ഈ ബലൂച്ച് മേഖല എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പാകിസ്ഥാന്റെ 44% വരും. ബലൂച്ച് മേഖല അവർക്ക്, ഈ പാകിസ്ഥാൻ ഏറ്റവും വേണ്ടപ്പെട്ട മേഖല എന്ന് പറയുന്നത് ബലൂചിസ്ഥാനകത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടുത്തെ ജനസംഖ്യയുടെ 5% വരുന്നുണ്ട് ബലൂചിസ്ഥാനികൾ എന്ന്. പക്ഷെ 44% ഏരിയ വരുന്നുണ്ട്. അതിനകത്ത് പ്രകൃതി സമ്പത്തുകൾ ഏറ്റവും കൂടുതലാണ്. ഈ ഭാഗത്തുനിന്ന് പാകിസ്ഥാന്റെ വരുമാനം ഏറ്റവും കൂടുതലായിട്ടുണ്ട്. അപ്പം അന്ന് ഇഷ്ടമില്ലാതെ ബലൂചിസ്ഥാൻ ഇന്ത്യ മഹാരാജ്യം സ്വതന്ത്രമായപ്പോഴും, പാകിസ്ഥാൻ സ്വതന്ത്രമായപ്പോഴും, ബലൂചിസ്ഥാൻ സ്വതന്ത്രമായപ്പോഴും, ബലൂചിസ്ഥാൻ സ്വതന്ത്ര രാജ്യമായിട്ട് നിൽക്കുന്നതിന് വേണ്ടിയാണ് ആഗ്രഹിച്ചത്. അപ്പൊ ബലൂചിസ്ഥാൻ സ്വതന്ത്ര രാജ്യമായിട്ട് നിൽക്കുന്നതിന് വേണ്ടി ആലോചിച്ച സമയത്ത് ബലൂചിസ്ഥാൻ സ്വന്തം രാജ്യമായിട്ട് നിൽക്കാതിരിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ, അല്ലെങ്കിൽ വേറെ ഇതുകൊണ്ട് അത് ഇന്ത്യയോട് കൂടി ചേരുന്നതിന് വേണ്ടി, അപ്പൊ നമ്മുടെ മനസ്കനായിട്ട് നെഹ്റു അതിന് താല്പര്യം കൊടുത്തില്ലാണ്. അപ്പൊ ആ സമയത്ത് ഈ പറയുന്ന ജിന്ന അത് പിടിച്ചെടുക്കും, അല്ലെങ്കിൽ അവരുടെ ഭാഗമാക്കി വെക്കുകയും ചെയ്തു. അന്ന് തൊട്ട് അവരുടെ ഭാഗമാകുന്നതിന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവരുമായിട്ട് ഈ പറയുന്ന രീതിയിൽ യാതൊരു സംസ്കാരത്തിൽ ഒത്തുചേരാൻ പറ്റാത്ത ഒരു പ്രദേശമായതുകൊണ്ട് അന്ന് തൊട്ടേ അവിടെ ഈ ആഭ്യന്തര യുദ്ധമാണ്. മാത്രമല്ല, വളരെ കൂടുതൽ സമയത്ത് ഈ പറയുന്നതിൽ ബലൂചിസ്ഥാൻ മേഖല ഈ പറയുന്ന ചന്ദ്രഗുപ്ത മൗര്യാർ എന്ന് പറയുന്ന ചക്രവർത്തിയുടെ ഒക്കെ ഭാഗമായിട്ട് ഇരുന്നിട്ടുള്ളതാണ്. അപ്പൊ ഹിന്ദു സംസ്കാരം വളരെ കൂടുതലുള്ള ഒരു പ്രദേശമാണ്. ഹിന്ദു രാജ്യമായിട്ട് ഇരുന്നിട്ടുണ്ട് എന്ന് പറയാം വളരെ കൂടുതൽ. അതിനുശേഷം പല അധിനിവേശം വന്നപ്പോൾ ഇപ്പൊ അവിടെ സുന്നി സുന്നി മുസ്ലിങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. അപ്പം അവിടുത്തെ ഈ പറയുന്ന പ്രൊമോഷന് വേണ്ടി, അല്ലെങ്കിൽ അവിടുത്തെ ഒരു സംസ്കാരം ഇന്ത്യൻ സംസ്കാരമായിട്ട് കൂട്ടിയോജിച്ച് പോകുന്ന ഒരു സംസ്കാരമാണ്. അതുകൊണ്ട് തന്നെയാണ് അവരന്നും ഇന്ത്യയുടെ ഭാഗമായിട്ട് നിൽക്കുന്നതിന് വേണ്ടി നിന്നത്. സംസ്കാരം എന്ന് പറഞ്ഞാൽ ഈ പല ആൾക്കാരും തെറ്റിദ്ധരിക്കുന്നത് പോലെ ഈ ജാതിയല്ല, ഹിന്ദു സംസ്കാരം. അതിനകത്ത് ഹിന്ദു സംസ്കാരം എന്ന് പറയുമ്പോൾ അതിനകത്ത് മുസ്ലിം കാണും, ക്രിസ്ത്യാനി കാണും. എന്നാലും ഇന്ത്യയുടെ താല്പര്യമുള്ളത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ സംസ്കാരം, ഇന്ത്യയുടെ രീതികളൊക്കെ. അപ്പൊ ആ രീതിയിലുള്ള സംസ്കാരത്തിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഭാഗമായിട്ട് പണ്ട് തൊട്ടേ, നൂറ്റാണ്ടുകൾ തൊട്ടേ നിൽക്കുന്ന, വളരെ പുറകോട്ട് പരിശോധിക്കുമ്പോൾ അതാണ് ശരി എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ രാജ്യഭരണകാലത്ത്, ഹിന്ദു രാജ്യഭരണകാലത്ത് ചക്രവർത്തിയായിട്ട് ഈ പറയുന്ന രാജാവൊക്കെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഈ ബലൂചിസ്ഥാൻ ഭാഗമായിട്ട് നിൽക്കുന്നൊക്കെ ഒരു അവസ്ഥയുണ്ട്. അതായത് അന്നേ ഒരു ഈ ഹിന്ദു സംസ്കാരം, അപ്പൊ ഇപ്പൊ നിൽക്കുന്ന ഭാരത സംസ്കാരം, അല്ലെങ്കിൽ പറയുന്ന ഭാരതം വളരെ വിശാലമാണ്. അപ്പൊ ഈ രീതിയിലേക്ക് നിൽക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയാണ്. അപ്പം ആ മാനസികാവസ്ഥയുള്ള ബലൂചിസ്ഥാൻ സ്വതന്ത്രമാകുന്ന ഒരു അവസ്ഥ വരുമ്പോൾ, അല്ലെങ്കിൽ അവർ സ്വതന്ത്രമാക്കും എന്നുള്ള രീതിയിലേക്ക് അവിടുത്തെ ആഭ്യന്തര യുദ്ധം കൂടുമ്പോൾ, അത് സ്വതന്ത്രമാകുന്നതിന് വേണ്ടി താല്പര്യപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഇടപെടുന്നത് ലോകരാജ്യങ്ങൾ ചർച്ചയാക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യ ഇടപെടാതെ ഇത്തരത്തിൽ ബലൂചിസ്ഥാന് കരുത്തോടുകൂടി പാകിസ്ഥാൻ പോലെയുള്ള ഒരു രാജ്യത്തോട് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. പാകിസ്ഥാൻ പോലുള്ള രാജ്യം എന്ന് പറഞ്ഞാൽ ബലൂചിസ്ഥാനും പാകിസ്ഥാനോട് യുദ്ധം ചെയ്യാനുള്ള കരുത്ത്, അതിനെയാണ് ഉദ്ദേശം. അല്ല പാകിസ്ഥാൻ ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായിട്ടോ, അല്ലെങ്കിൽ ഏറ്റവും വലിയ രീതിയിലൊക്കെ അല്ല പറഞ്ഞത്.
ആകുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ ബലൂചിസ്ഥാനെ സഹായിക്കുന്നത് ഇന്ത്യ ആയിരിക്കും എന്ന് ലോകരാജ്യങ്ങൾ അടക്കം പറയുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യ ആണ് സഹായിക്കുന്ന എന്നുള്ളതിന് വ്യക്തത ഇല്ലാത്തപ്പോൾ അതിന് ആക്കം കൂട്ടുന്നതും ശരിവെക്കുന്നതുമായിട്ടുള്ള ഒരു പ്രകടനവും അഭിപ്രായവും ഒക്കെയാണ് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും വടക്ക് കിഴക്കൻ അല്ല, വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉയരുന്നത്. കാരണം വടക്കേന്ത്യൻ സംസ്ഥാനങ്ങൾ പോലും പാകിസ്ഥാനോട് വെറുപ്പോടുകൂടി കാണുമ്പോൾ പാകിസ്ഥാനകത്ത് നിൽക്കുന്ന ബലൂചിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗമാകണം, അല്ലെങ്കിൽ അവരിപ്പോഴും ഇന്ത്യയുടെ ഭാഗമാണ്, അവർ നാളെ കാലത്ത് ഇന്ത്യയുടെ ഭാഗമായിക്കൊള്ളട്ടെ, ഇന്ത്യയുടെ ഭാഗമായില്ലെങ്കിൽ പോലും അവർക്ക് സ്വതന്ത്രമാകാനും ഒക്കെ, അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് ജീവിക്കാനും ഉള്ള ഒരു അവസ്ഥ ഉണ്ടാവട്ടെ, ഈ രീതിയിലേക്കുള്ള ഒരു താല്പര്യമാണ്. അതായത് വളരെ സാധാരണ രീതിയിൽ ഇന്ത്യയുടെ ഭാഷയിൽ സാധാരണക്കാരന്റെ രീതിയിൽ പറഞ്ഞാൽ ബലൂചിസ്ഥാൻ ഒരു ഹിന്ദു രാജ്യമായിരുന്നു, അല്ലെങ്കിൽ ആ ഹിന്ദു സംസ്കാരത്തിൽ ലൂന്നിപ്പോകുന്നതിന് വേണ്ടി ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് പാകിസ്ഥാനിലെ. ആ പ്രദേശത്തെ ആ ആൾക്കാർക്ക് ഹിന്ദു സംസ്കാരത്തിനകത്ത് ഉതകിപ്പോകുന്ന, ഹിന്ദു സംസ്കാരമെന്ന് നമ്മൾ പറയുന്ന ഹിന്ദുക്കളല്ല, അല്ലെങ്കിൽ ഈ സംസ്കാരം, ഇന്ത്യയുടെ സംസ്കാരം ഹിന്ദുത്വത്തെ അംഗീകരിച്ചു പോകുന്ന ഒരു ആൾക്കാരുള്ള സംസ്കാരമാണെന്ന് വളരെ കൃത്യമായിട്ട് ഇന്ത്യക്കകത്തുള്ള അല്ലെങ്കിൽ ഗ്രാമവാസികൾ തിരിച്ചറിയുന്നു. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു രാജ്യമായിട്ട് നിൽക്കുന്നതിന് ബലൂചിസ്ഥാൻ താല്പര്യപ്പെടുന്നു. അതായത് ഒരു പുതിയ ഹിന്ദു രാജ്യം നാളെ കാലത്തെ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം ഉണ്ടാകിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അത്തരത്തിലൊരു രാജ്യം ഉണ്ടാകുന്നതിന് വേണ്ടി വളരെ കൂടുതൽ താല്പര്യം ഇന്ത്യക്കകത്തെ ഭരണാധികാരികൾക്കുണ്ടോ എന്ന് അവർ വ്യക്തത വരുത്തിയിട്ടില്ല. ഏതായാലും ഇന്ത്യക്കകത്തെ ഗ്രാമവാസികൾക്കും ഈ പറയുന്ന UP പോലെയും ഡൽഹി പോലെയും ഉള്ള സംസ്ഥാനത്തിലുള്ള പല ആൾക്കാർക്കും ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാവുന്നത്. ഏതായാലും ഇപ്പോഴത്തെ ആഭ്യന്തര കലകം അത് ട്രെയിൻ തട്ടി എടുക്കലിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളതാണെങ്കിലും ഇന്നലെ അതിന്റെ ബാക്കിയായിട്ടുള്ള താലിബാൻ ഈ പറയുന്ന പാകിസ്ഥാനിൽ പല പ്രദേശങ്ങളും ആക്രമിച്ച്, അല്ലെങ്കിൽ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ച് അവരുടെ കയ്യിലേക്ക് വെക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ പാകിസ്ഥാൻ താലിബാന്റെ ഭാഗമാകാനും ബലൂചിസ്ഥാന്റെ ഭാഗമാകാനും, അല്ലെങ്കിൽ POK സ്വതന്ത്രമായിട്ട് ഇന്ത്യയിൽ ലയിക്കാനും ഒക്കെ സാധ്യത നിൽക്കുമ്പോൾ പാകിസ്ഥാൻ 3ഓ 4ഓ ആകുന്ന ഒരവസ്ഥയിൽ വളരെ കൃത്യമായിട്ട് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അത് എത്രയും പെട്ടെന്ന് സംഭവിക്കുമെന്ന് ലോക രാജ്യങ്ങൾ പോലും പറയുമ്പോൾ, അല്ലെങ്കിൽ ഉറ്റുനോക്കുമ്പോൾ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാജ്യം ഉണ്ടായാൽ വീണ്ടും ഒരു ഹിന്ദു രാജ്യം, അല്ലെങ്കിൽ ഹിന്ദു സഹോദര രാജ്യം ഉണ്ടാകുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത്തരത്തിലേക്കുള്ള ഒരു ലക്ഷണങ്ങളാണ് ഇന്ത്യയിൽ ഉൾപ്പെടെ കാണിക്കുന്നത്. അതായത് ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കുന്ന ഒരു രാജ്യമായിരിക്കും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു രാജ്യം വരുന്നതിന് ഇന്ത്യക്കകത്തുള്ള ജനതയുടെ വളരെ കൃത്യമായ താല്പര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബലൂചിസ്ഥാൻ മോചനത്തിന് വേണ്ടി ബലൂചിസ്ഥാൻ പോരാടുന്നതിന്റെ കൂടെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് പ്രകടനം നടത്തി മുന്നോട്ട് പോകുന്ന ഒരു രീതി നമ്മൾ കണ്ടത്. ഏതായാലും ബലൂചിസ്ഥാന് പൂർണ്ണ പിന്തുണ അറിഞ്ഞോ അറിയാതെയോ ഇന്ത്യ കൊടുക്കുന്നു എന്ന് വേണം നമ്മൾക്ക് ഇതൊക്കെ കാണുമ്പോൾ കരുതാൻ.